ലെജൻസ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ ചില പ്രവൃത്തികൾ കാരണം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് അവസാന നിമിഷം കളിക്കില്ലാന്ന് തീരുമാനിച്ചതോടുകൂടി സംഘാടകരാകെ ആശയക്കുഴപ്പത്തിലായിരിക്കണം. ഇതെങ്ങനെ പോയിന്റ് വീതിച്ച് കൊടുക്കുന്നു. ആക്ച്വലി പോയിന്റ് ഇപ്പം നോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഇന്ത്യക്ക്, ഒരു പോയിന്റ് പാകിസ്ഥാനാണ് കൊടുത്തത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് അത് നടക്കൂല, ഞങ്ങളെന്തോ ചെയ്തു, ഞങ്ങൾ കളിക്കാൻ റെഡി ആയിരുന്നല്ലോ, ഇന്ത്യയാണ് പിന്മാറിയത്, അതുകൊണ്ട് അതൊരു തോൽവിയായി കണക്കാക്കി നമുക്ക് പോയിന്റ് തരണമെന്നാണ്. അതിനകത്ത് ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ ന്യായമായിട്ടും അത് പാകിസ്ഥാൻ കൊടുക്കേണ്ട പോയിന്റ് തന്നെയാണ്. അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഫിക്സഡ് ഇടുമ്പോഴേ, അല്ലെങ്കിൽ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ പറയണം പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കാനില്ല, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ഞങ്ങൾ കളിക്കില്ല, അങ്ങനെ എന്തെങ്കിലും പറയണമായിരുന്നു. അതൊന്നും നടക്കാതെ കളി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്ത് തന്നെ വന്നാലും അതിനകത്തിപ്പം ദേശസ്നേഹമോ ദേശവിരുദ്ധതയോ ഒന്നുമില്ല. ഒരു ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. എന്ത് തന്നെയായാലും ഇന്നലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോടൊരു മത്സരം കളിച്ചു, രണ്ടാമത്തെ മത്സരം. പൊന്നെ തോറ്റുപോയുടെ വല്ലാത്തൊരു തോൽവി, 88 റൺസിന് തോറ്റ് തുന്നം പാടി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറയുന്നത് പേടിച്ചിട്ടാണോ ഇവന്മാർ കളിക്കണ്ട എന്ന് തീരുമാനിച്ചത്. കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ പെർഫോമൻസ് അബദ്ധമായിരുന്നു. അതായത് 209 റൺസ് ചേസ് ചെയ്ത് ഇറങ്ങിയ ഇന്ത്യ 111 ഔട്ടായി. ഉത്തപ്പ 2, ധവാൻ 1, റൈന 16, റായിഡ് 0, സ്റ്റുവർട്ട് ബിന്നി മാത്രമാണ് കളിച്ചത് 37 റൺസ്, യൂസഫ് പത്താൻ 5, ഇർഫാൻ പത്താൻ 10, ചൗള 9. അങ്ങനെയാണ് സ്കോർ. ഇപ്പോൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ 6 ടീമുകളാണുള്ളത്. ഏറ്റവും അവസാനമാണ് ഇന്ത്യ ഉള്ളത്. ഈ കളിയിൽ നിന്ന് പിന്മാറിയപ്പോൾ കിട്ടിയ ഒരു പോയിന്റാണ് സ്വന്തമായിട്ടുള്ളത്.